Hi everyone, welcome back to the Commerce Code. So, in the deal cheyan company law and under prospectus and its types and the topic. This is very relevant for your CA, CS, CMA courses and also wherever company law is there as a paper. Inevitable portion prospectus and its types. So first of all, prospectus is just an invitation. Okay, so it is an invitation. It's a legal document. And what is it about? It is like an invitation to the public to subscribe the shares of a company. A company securities share securities subscribe invitation that is given to the public. Okay, so this is said in section 26 to 35 of the Companies Act 2013. And അതിൻ്റെ main purpose എന്ന് പറയുന്നത് to have an investor transparency ആണ്, റിസ്ക് ഡിസ്ക്ലോഷർ. അതായത് ആ ഒരു പെർട്ടിക്കുലർ ഷെയർ അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റിയുടെ ബേസിസിൽ എല്ലാ ഡീറ്റെയിൽസും will be put up in this particular prospectus. And there are different types. എങ്ങനെയാണ് പലതിലും പല ഡിസ്ക്രിപ്ഷൻസ്, ചിലതിൽ മെറ്റീരിയൽ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലതിൽ വളരെ ബേസിക് ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് there are prospectus where the entire detail is being given. Okay, so let's get into it. So a prospectus എന്ന് പറയുന്നത് is like a detailed invitation document for public subscription to shares or debentures of a company. And ഇതിനകത്ത് ബേസിക്കലി എന്തൊക്കെയാണ് ജനറലി കാണുന്നത്? ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ബിസിനസ് റിസ്ക് മാനേജ്മെന്റ് ഡീറ്റെയിൽസ്, filed with ROC or SEBI before issue. അതായത് ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ കംപ്ലയൻസ് ഒക്കെ സെബിയിലായിരിക്കും വരുന്നത്. സോ അല്ലാത്ത കമ്പനീസിൽ ഒബ്വിയസ്ലി ROCയുടെ ഒരു ഫയലിംഗ് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. സോ എന്തൊക്കെയാണോ നമ്മൾ ROC സെബിയിൽ ഫയൽ ചെയ്തേക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ജനറലി പ്രോസ്പെക്ടസിൽ വരുന്നത്. ആൻഡ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊട്ടക്ട് ഇൻവെസ്റ്റേഴ്സ്, എൻഷുർ ഇൻഫോംഡ് ഡിസിഷൻസ്, penalties for non-filing including fines up to 50,000. Okay, so ഇതിൻ്റെ കണ്ടൻസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ജനറലി സെക്ഷൻ 26 മാൻഡേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു കമ്പനീനെ കുറിച്ചിട്ടുള്ള ബേസിക് ഉള്ള ഇൻഫർമേഷൻ, ദാറ്റ് ഈസ് അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്, ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, അവരുടെ അഡ്രസ്സ് എന്താണ്, ഹു ഇസ് ദി ഓഡിറ്റർ ഓർ ബാങ്കർ ഡീറ്റെയിൽസ്, ഇതൊക്കെ ആ ഒരു പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കണം. ദെൻ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, അതായത് വെദർ ആ ഒരു കമ്പനിയുടെ ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട്, ദാറ്റ് ഈസ് വെദർ ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, P&L ബാലൻസ് ഷീറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, മിനിമം സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ്, എത്രയാണ് വരുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ. ആൻഡ് ഫൈനലി റിസ്ക് ആൻഡ് അതേഴ്സ്, അതായത് ഈസ് ദർ എനി ഫോം ഓഫ് ലിറ്റിഗേഷൻ ഹിസ്റ്ററി, ആ ഒരു കമ്പനിയുടെ ബേസിസിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അണ്ടർ റൈറ്റിംഗ് അഗ്രിമെന്റ്സ്, അണ്ടർ റൈറ്റേഴ്സ് എന്താണെന്നുള്ളതൊക്കെ വി ക്യാൻ ഡീൽ ലേറ്റർ, ഡിവിഡൻഡ് പോളിസി എന്താണ്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഫൈനലി we can see there are 4 types of prospectus. So let's see what are the types of prospectus. Okay, the very first type is red herring prospectus അല്ലെങ്കിൽ RHP എന്നാണ് ഇതിനെ പറയുന്നത്. And this is said in section 32 of the Companies Act. So generally we can see red herring prospectusനകത്ത് അതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് ദർ വിൽ നോട്ട് ബി എ ഫൈനൽ പ്രൈസ് അല്ലെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സെക്യൂരിറ്റീസ് എന്നുള്ളത് അതിനകത്ത് മെൻഷൻഡ് ആയിരിക്കത്തില്ല. അതർ ദാൻ ദാറ്റ് ഓൾ അതർ ഡീറ്റെയിൽസ് വിൽ ബി മെൻഷൻഡ്. So here this is generally used where it's book building process. ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറുടെ IPOയിൽ ഒരു ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൻ്റെ ടൈമിലായിരിക്കും ഈ ഒരു റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഫൈൽഡ് വിത്ത് ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ബട്ട് ദ ഓൺലി തിങ് ഇസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദി ഫൈനൽ പ്രൈസ് ഓർ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സെക്യൂരിറ്റീസ്. ഓക്കെ, അതാണ് അവിടുത്തെ മെയിൻ പോയിന്റ്. ഫൈനൽ പ്രൈസ് അതിനകത്ത് ഉണ്ടാവില്ല. Second thing is self-prospectus, that is said in section 31. It allows a company to file a single prospectus for multiple or future issuance of securities over a period, reducing legal paperwork. This is like very cost-effective and most useful type of prospectus. So this is called shelf prospectus. അതായത് imagine you are doing ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് യു ആർ പ്രിപ്പയറിംഗ് ആൻഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ ടൈംസ്. കുറേ ഒരു ഇഷ്യൂവിന് മാത്രമല്ല, ഓരോ പീരീഡ് ഓഫ് ടൈം എത്ര ഇഷ്യൂസ് നടത്തിയാലും യു ക്യാൻ യൂസ് ദിസ് പെർട്ടിക്കുലർ പ്രോസ്പെക്ടസ്. അതിനെയാണ് വി കോൾ ഇറ്റ് ഷെൽഫ് പ്രോസ്പെക്ടസ്. ഓക്കെ, ദിസ് ഇസ് സെഡ് ഇൻ സെക്ഷൻ 31. സോ ജനറലി ഒരു ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ജനറലി ഈ ഒരു ടൈപ്പ് ചെയ്യുന്നത്. But this allows a company to do this. Okay, now the third one is abridged prospectus. So this is said in section 2
clause 1. This is like a summary of the main prospectus. ഒരു മെയിൻ പ്രോസ്പെക്ടസിന്റെ സമ്മറി പോലെയാണ് ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ഓഫൺ അറ്റാച്ച്ഡ് ടു ആപ്ലിക്കേഷൻ ഫോംസ് ഫോർ പബ്ലിക് ഇഷ്യൂ. ജനറലി ഒരു പബ്ലിക് ഇഷ്യൂ ഒരു കമ്പനി വിളിക്കുമ്പോഴത്തേനും ആ ഒരു പെർട്ടിക്കുലർ പ്രോസ്പെക്ടസിന്റെ കൂടെ അറ്റാച്ച് ചെയ്യപ്പെടുന്ന ഒരു സമ്മറി പ്രോസ്പെക്ടസ് ആണ് ഷെൽഫ് പ്രോസ്പെക്ടർ. ഓക്കെ, ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് എസെൻഷ്യൽ ഹൈലൈറ്റ്സ്, അതായത് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്, നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കാര്യം, ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ, അതൊക്കെ തന്നെയാണ് ഈ ഒരു അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടേഴ്സിലും ഉണ്ടാവും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഡീംഡ് പ്രോസ്പെക്ടേഴ്സ്. ദിസ് ഇസ് സെഡ് ഇൻ സെക്ഷൻ 25. സോ എനി ഡോക്യുമെന്റ് ബൈ വിച്ച് എ കമ്പനി ഓഫേഴ്സ് ഷെയർസ് ടു ദ പബ്ലിക് ഇൻഡയറക്ട്ലി is deemed as prospectus, subjecting it to all disclosure requirements. So ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ബ്രോക്കർ ജനറലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടേഴ്സ് ആണ്. ദിസ് ഇസ് ഡീംഡ്, ഇതിനെ ഒരു പ്രോസ്പെക്ടേഴ്സ് ആയിട്ട് ഡീം ചെയ്തിരിക്കുകയാണ് ബിക്കോസ് ഇറ്റ് ഹാസ് ഓൾ ദി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ നോർമൽ പ്രോസ്പെക്ടസ്. അതുകൊണ്ട് എനി ഡോക്യുമെന്റ് by which a company offers shares to the public indirectly, അതായത് through a broker or a third person, അതിനെ we deem it to be a prospectus because it fulfills all the disclosure requirements. So these are the 4 types, that is red herring, self prospectus, abridged and deemed prospectus. So ഇതിന്റെ detailed notes അല്ലെങ്കിൽ detailed lecture നായിട്ട് do contact us. Thank you.